പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ സമരത്തിൽ പുതിയ തീരുമാനവുമായി സർക്കാർ. അടുത്ത ബാച്ച് വിദ്യാർത്ഥികൾ ചേരുന്നതിന് മുമ്പ് പുതിയ കെട്ടിടം സജ്ജമാക്കുമെന്ന ഡിഎംഎയുമായുള്ള PTA അംഗങ്ങളുടെ യോഗത്തിൽ തീരുമാനമായി. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, എന്തൊക്കെയാണ് യോഗത്തിലെ മറ്റു തീരുമാനങ്ങൾ? വിദ്യാർത്ഥികളുടെ പ്രതികരണം അതെങ്ങനെയൊക്കെയാണ്? സംഗീത, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇന്ന് കോളേജിലെ PTA അംഗങ്ങളും DMEയും പ്രിൻസിപ്പാളിന്റെയും സംയുക്ത അഭിമുഖത്തിൽ ഒരു ചർച്ച തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയുണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായും കുട്ടികൾ പറഞ്ഞിരുന്ന അടിസ്ഥാന ആവശ്യങ്ങളൊന്നും തന്നെ കെട്ടിടത്തിലില്ലെന്നും INC അംഗീകാരമില്ലെന്നുമുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ ഇതിൽ താൽക്കാലിക പരിഹാരമായി കെട്ടിടത്തിന് വേണ്ടി അടുത്ത ബാച്ച് വിദ്യാർത്ഥികൾ ചേരുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അടുത്ത അധ്യയന വർഷത്തിൽ തുടക്കം മുന്നേ പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്നും കുട്ടികൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നുമാണ് DME അറിയിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കുട്ടികൾ മുന്നോട്ട് വെച്ച മറ്റൊരാവശ്യമായിരുന്നു കോളേജ് ബസ് എന്നുള്ളത്. അതിനും ഒരാഴ്ചക്കകം പരിഹാരം കണ്ടെത്തുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒന്നുകിൽ പുതിയൊരു കോളേജ് ബസ് വാങ്ങുക, അല്ലെങ്കിൽ വാടകയ്ക്കായാലും കോളേജ് ബസ് തയ്യാറാക്കുക എന്നീ തീരുമാനങ്ങളാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കെട്ടിട സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിനോടൊപ്പം തന്നെ INC അംഗീകാരവും സമയബന്ധിതമായി നേടുമെന്നും DME ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൂടാതെ ഇന്ന് വൈകുന്നേരം ആരോഗ്യമന്ത്രിയുടെ കൂടി ചേർന്നുകൊണ്ട് ഇന്നൊരു യോഗം വൈകിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട്. അതിൽ DMEയും പ്രിൻസിപ്പാളും ആരോഗ്യമന്ത്രിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടാകും. ഇതിനോടൊപ്പം തന്നെയായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുക. സംഗീത, എന്താണെങ്കിലും സമരം സമവായത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഹാൻസ് ജോൺ നൽകിയത്.